ചേർത്തല ഉപജില്ല പ്രീ പ്രൈമറി സ്കൂൾ കലോത്സവം നടന്നു. ഉപജില്ലയിലെ 53 സ്കൂളുകളിൽ നിന്നായി 700ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു. നിങ്ങൾക്ക് നറുക്കിട്ടെടുത്ത് 3 പേരുടെ പേര് നറുക്കിട്ടെടുത്തിട്ട് കൊടുത്തു. 1 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു, ഒരാൾക്ക് 50,000 രൂപ കൊടുത്തു, ഒരാൾക്ക് 10,000 രൂപ കൊടുത്തു. എന്നിട്ട് കാനഡയ്ക്ക് പോവുകയാണ് ഈ ഉടമസ്ഥൻ. 1 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ പൈസ കൊടുത്തതിന് കണക്ക് ചോദിച്ചു. അപ്പോഴാണ് 1 ലക്ഷം കിട്ടിയവൻ 5 ലക്ഷം കൂടി ഉണ്ടാക്കി, 2 ലക്ഷം കിട്ടിയവൻ 4 ലക്ഷം ഉണ്ടാക്കി, ഈ 50,000 കിട്ടിയവൻ അത് കൊണ്ടുപോയി അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചു. ഉടമസ്ഥൻ പറഞ്ഞു, ആ 50,000 രൂപ 5 ലക്ഷം കിട്ടിയവനും ഉണ്ടാക്കിയവനും 2 ലക്ഷം ഉണ്ടാക്കിയവനും കൊടുക്കുക. കാരണം അവർക്ക് കിട്ടിയ ടാലന്റ്, അവർക്ക് കിട്ടിയ ആ ഗിഫ്റ്റ്, ആ പൈസ അവർ വർദ്ധിപ്പിച്ചു. പക്ഷെ മടിയനും അലസനുമായവൻ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചു. ഇതുപോലെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ചെറുപ്പത്തിലേ ശ്രമിക്കണം. ഇപ്പോൾ ഈ 54 സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാലാഖ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരാണ്. അവരെ മാതാപിതാക്കൾ എങ്ങനെ വളർത്തുന്നുവോ അതുപോലെ ആയിത്തീരും. മാതാപിതാക്കൾ കുടിയന്മാരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുമാണെങ്കിൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ. ചേർത്തല ഉപജില്ല HM ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രീ പ്രൈമറി കലോത്സവം നടന്നത്. ചേർത്തല ഹോളി ഫാമിലി LPG സ്കൂളാണ് പ്രധാന വേദി. ഉപജില്ലയിലെ 53 സ്കൂളുകളിൽ നിന്നായി 700ഓളം കുട്ടികൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു. സംഘനൃത്തം, നാടോടി നൃത്തം, നാടൻപാട്ട്, പ്രച്ഛന്നവേഷം, അഭിനയഗാനം, കഥാകഥനം, കളറിംഗ് എന്നീ ഇനങ്ങളിൽ കുരുന്നുകൾ മാറ്റുരച്ചു. മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകും. വിജയികൾക്ക് പ്രത്യേക ട്രോഫിയും സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പെണ്ണെ കാണണമെന്നുണ്ട്